Yes. Okay. So the term D and L we have seen before. D and L. നമ്മൾ ഇവിടെ D and L എന്നുള്ള സിമ്പിൾസ് പഠിച്ചത്. D and L. Small letter D and small letter L. ഇവിടെ അത് പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ പഠിച്ച D and L ആർക്കും ഓർമ്മയില്ല? Or we learn the terms stereoisomerism. Stereoisomerism for determining whether a compound is optically active or not, we use the term D and L. That was small letter D and small letter L, that is dextro and levo-rotation, right? അപ്പോ അവിടെ ഒരു കോമ്പൗണ്ടിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പ്രഡിക്ട് ചെയ്യാനും നമ്മൾ D and L തന്നെയാണ് യൂസ് ചെയ്തത്. ദാറ്റ് is small letter D and small letter L. This is capital letter D and capital letter L. This has nothing to do with the optical activity. Note ചെയ്ത് വെക്കുക. This has nothing to do with optical activity. This is just the configuration. Configuration means arrangement of groups or atoms around a particular carbon. അതിനാണ് configuration എന്ന് പറയുന്നത്. അപ്പോ ഈ D and L configuration just പൊസിഷൻസിന്റെ ബേസിലാണ് D and L പറയണത്. അപ്പോ റെക്കോർഡ് ചെയ്യണ്ടോ ആരെങ്കിലും? ഓക്കെ, സോ കോൺഫിഗറേഷന്റെ ബേസിലാണ് D and L പറയണത്. സോ അതിന് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന കോമ്പൗണ്ട് ഗ്ലിസറാൽഡിഹൈഡ് ആണ്. നോക്കുക, CHO, CHOH, CH2OH. ഓക്കെ, നിങ്ങൾക്കറിയാം സ്ട്രക്ചർ CHO, ഇവിടെ C is there, CHOH, CH2OH. Then check the structure. അപ്പൊ നമ്മള് 3 carbon. This is a compound glyceraldehyde which will be optically active because there is an asymmetric carbon. അല്ല, ഈ കാർബണിന്റെ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, താഴെന്നാണ് നമ്മൾ നോക്കുന്നത്. താഴെ നോക്കുമ്പോ CH2OH ഗ്രൂപ്പിന്റെ adjacent carbonല് if OH group is on the right hand side, that is called D-glyceraldehyde. Okay, CH2OH group adjacent carbon, if OH is on the right hand side, it is called D-glyceraldehyde. I can write in this way also. CH2OH group on the adjacent carbon, OH is on the left hand side, that is L-glyceraldehyde. Okay, so depending upon the position of the OH group adjacent to the CH2OH group, adjacent to the carbon CH2OH group, if it is on the right, it is called D, and it is on the left, it is called L. But this has nothing to do with optical activity. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഹാവിംഗ് എ ചിറാൽ കാർബൺ. പക്ഷെ അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മൾ വേണമെങ്കിൽ പ്ലസ്നോ മൈനസ്നോ ആക്ച്വലി കണ്ടുപിടിച്ചിട്ട് എഴുതണം. പക്ഷെ ഈ D എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ല, പൊസിഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത പറയട്ടെ. യെസ്, ഓക്കെ. നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പഠിച്ചത് ഓർമ്മയുണ്ടോ? CHO. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഏത് സ്ട്രക്ചറും ചെയ്യാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. CHO, CHOH 4 times CH2OH. ഇതാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പഠിച്ചത്. അതിന് നമ്മൾ കുറെ ഇതൊക്കെ പഠിച്ചു. കാർബണൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ്, അതിൽ 6 കാർബൺ സ്ട്രേറ്റ് ചെയിനിലാണ്, ലൈക്ക് റിയാക്ഷൻ വിത്ത് HCN, ഹൈഡ്രോക്സിൽ അമീൻ, അങ്ങനെ കുറെ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോ ഇതാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ. അപ്പൊ ഇതിൽ നമ്മൾ ഒരിക്കലും ഇതിന്റെ പൊസിഷൻസ് എഴുതിയിരുന്നില്ല. ഇനി മിസ് അതിന്റെ പൊസിഷൻസ് എഴുതാൻ പോവാണ്. പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് എഴുതണം. ഞാൻ എഴുതണം, ശ്രദ്ധിച്ച് നോക്കുക. എന്റെ കൂടെ എഴുതുക. യു ഹാവ് ടു റൈറ്റ് അലോങ് വിത്ത് മീ. വെറുതെ നോക്കിയിരിക്കരുത്. CHO എഴുതി, then 6 carbon in straight chain, 2, 3, 4, 5, and the 6th one is CH2OH. എഴുതിയോ? CHO എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. Then 6 carbon atoms are in straight chain. Then last is CH2OH. എഴുതി.
ഇനി നമ്മൾ എച്ചിനെയും OH-നെയും പ്ലേസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കുക. എച്ചിനെയും OH-നെയും പ്ലേസ് ചെയ്യാൻ പോകണം. മിസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് ലൈക്ക് മാർച്ച് പാസ്റ്റ്. റൈറ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. CHO on the first, CH2OH on the last, and right, right, left, right, OH. എഴുതിയോ? Right, right, left, right. OH കൊടുക്കാത്തടത്തെല്ലാം നമ്മൾ H കൊടുത്തു. ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. എഴുതിയല്ലോ. ഇനി നിങ്ങൾ നോക്കുക, CH2OH-ന്റെ അഡ്ജസന്റ് കാർബണില് OH ഗ്രൂപ്പ് ഏത് സൈഡിലാണ്? ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? CH2OH-ന്റെ അഡ്ജസന്റ് കാർബണില് OH ഗ്രൂപ്പ് is on the left or on the right? റൈറ്റിലാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ഗ്ലൂക്കോസ് എന്ന് വിളിക്കാം? Will it be D or L? So this can be called, very good, this is called D glucose. നിങ്ങൾ ഈ ഗ്ലൂക്കോസ് പഠിക്കുമ്പോ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഗ്ലൂക്കോവിറ്റ ഡി എന്ന് കണ്ടിട്ടുണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ ഡി. എപ്പോഴെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെങ്കിലും ഒരു സ്പോർട്സ് മീറ്റിനോ ഒക്കെ നിങ്ങൾ ഒരു ഗ്ലൂക്കോസിന്റെ ഒരു ബോട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ലൈഫ് ടൈമിൽ കാണണം. അതിൽ നിങ്ങൾ ഒരു ഗ്രീൻ കളർ ബോക്സിലും മിക്കതിലും ഗ്ലൂക്കോവിറ്റ ഡി എന്നൊരു ക്യാപിറ്റൽ ഡി ഉണ്ട് അല്ലെ? അപ്പൊ ഈ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എഴുതാനുള്ള കാരണം all naturally occurring sugars belongs to D series. അതായത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന, നാച്ചുറലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈക്ക് ഷുഗർ കെയിനിന്നോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ദാറ്റ് ഇസ് ബിലോങ്സ് ടു ഡി സീരീസ്. പക്ഷെ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിങ് ഏജൻസ് ഉണ്ടാക്കാം. ലൈക്ക് ഇപ്പൊ സാക്രിൻ എന്നൊക്കെ പറയുന്നത് അല്ലെ, സാക്രിൻ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അലിറ്റേൻ, അങ്ങനെ കുറെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നിങ് ഏജൻസ് ഉണ്ട്. ലൈക്ക് ഈവൻ എന്താ പറയാ, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ എടുക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നിങ് ഏജൻസ് ആണ്, നാച്ചുറൽ അല്ല. അപ്പോ ഇതല്ലാതെ നമുക്ക് സ്വീറ്റ്നെസ് തരുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നിങ് ഏജൻസും ആവാം. അപ്പൊ ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് ഓൾ ആർ നാച്ചുറലി ഒക്കറിങ്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ CHO തുടങ്ങി, we ended up with CH2OH, then we place OH group from down. എങ്ങനെയാ മിസ് പറഞ്ഞത്? ഓർഡർ എങ്ങനെയാ പറഞ്ഞത്? ഓർഡർ OH-ന്റെ പൊസിഷൻസ് എങ്ങനെയാ മക്കളെ പറഞ്ഞത്? താഴേന്ന് എഴുതുമ്പോ RRLR, റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്, അത്രയും കിട്ടി. ഇനി പറയാൻ പോണ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇതിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഓക്കെ ഗുഡ്, റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണ് അല്ലെ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണെങ്കിൽ we are expecting that this particular glucose should give all the reactions of glucoseന്റെ all the reactions of aldehyde. ആൽഡിഹൈഡിന്റെ എല്ലാ റിയാക്ഷൻസും ഇത് തരണം. that we are expecting like that. എല്ലാ റിയാക്ഷൻസും ആൽഡിഹൈഡിന്റെ ഈ ഗ്ലൂക്കോസ് തരണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അനാലിസിസ് നടത്തുമ്പോ this particular molecule is not giving all the reactions of glucose, right? കാരണം അപ്പൊ ആൽഡിഹൈഡിന്റെ എല്ലാ റിയാക്ഷൻസും ഇത് തരുന്നില്ല എന്ന് വെച്ചാൽ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എല്ലാ ടൈമിലും ഫ്രീ അല്ല എന്നാണ് അർത്ഥം. ഇതിങ്ങനെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഗിവൺ ഓൾ ദ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്. അപ്പോ നമ്മൾ ഇതൊക്കെ ഗ്ലൂക്കോസിന്റെ എന്താ പറയാ ആൽഡിഹൈഡിന്റെ ടെസ്റ്റ് ആയിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? 2,4-DNP ഓർമ്മയുണ്ടോ? പേരെങ്കിലും ഓർമ്മയുണ്ടോ? 2,4-DNP എന്ന് 2,4-DNP test or Bosch's test, right? Okay, 2,4-DNP Schiff's base എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. Then sodium bisulfite addition product, ഇതൊക്കെ ആൽഡിഹൈഡിൽ പഠിച്ചതാ. അപ്പൊ ആൽഡിഹൈഡിന്റെ ചില റിയാക്ഷൻസ് തരും, ചില റിയാക്ഷൻസ് തരുന്നില്ല. അപ്പൊ ചിലവർക്ക് തോന്നും ചില റിയാക്ഷൻസ് എങ്ങനെയാ തരണേന്ന്. അതായത് അത് ലെസർ കോൺസെൻട്രേഷനിൽ കിട്ടുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്, അതർ കേസ് യു വോണ്ട് ഗെറ്റ് ഇറ്റ്. അപ്പോ സം ഓഫ് ദ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ് ഇസ് നോട്ട് ഗിവൺ ബൈ ഗ്ലൂക്കോസ്, which indicate that all the reactions of aldehyde is not given by this glucose. That means this aldehyde group is not free. പിന്നെ അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിന്റെ ഒരു പെന്റാസിഡ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അസറ്റിക് അൺഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ
പെന്റാസെറ്റേറ്റ് ഫോം ചെയ്യും. അതും ഈ പറഞ്ഞ പോലെ ഹൈഡ്രോക്സിൽ അമീൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ അല്ല എന്നാണ്. അപ്പൊ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ ഗ്ലൂക്കോസിന്റെ നമ്മൾ എക്സിസ്റ്റൻസ് നോക്കുമ്പോൾ അത് 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ഗ്ലൂക്കോസിനെ ക്രിസ്റ്റലൈസ് ചെയ്താൽ 303 കെൽവിനില് അത് ആൽഫ ഫോമും 371 കെൽവില് ബീറ്റ ഫോമുമായിട്ട് എക്സിസ്റ്റ്. എന്താണെന്ന് മിസ് പറയാം കേട്ടോ. അതായത് അത് ഞാൻ ഇവിടെ എഴുതാത്ത കാരണം വേറെ എഴുതാൻ പോവാ ഇവിടെ. അപ്പൊ 303 കെൽവിനില് ആൽഫ ഫോമും 371 കെൽവിനില് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ആസ് എ ബീറ്റ ഫോം. ഇങ്ങനെ 2 ഫോമിലും കൂടി ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ബുക്കിനെ ഇങ്ങനെ വെക്കുക, തിരിച്ചു വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പേന ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടോ? നോട്ട്ബുക്കും പേന എടുത്തു വെച്ചിട്ടുണ്ടോ? അതേ വെറുതെ ഇരുന്ന് കേൾക്കുകയാണോ ചെയ്യുന്നത്? എടുത്തു വെക്കാത്തവരെടുത്ത് വെക്കിയപ്പോ. യെസ്. എന്നിട്ട് നോട്ട്ബുക്കിനെ തിരിച്ചു വെക്കുക. വെച്ചോ? വെച്ചല്ലോ അല്ലെ? വെച്ചോന്നൊക്കെ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റുവേ. വെച്ചു. എന്നിട്ട് ഇതിന്റെ സെന്ററില് ഞാൻ എഴുതിയ ഗ്ലൂക്കോസിനെ നിങ്ങളൊന്ന് എഴുതുക. ഞാൻ എഴുതുന്ന ആൽഡിഹൈഡ് മാത്രം നോക്കിയാൽ ആൽഡിഹൈഡിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇങ്ങോട്ട് കൊടുക്കാം. CHO. ഓക്കെ, 1 2 3 4 5 6. ഇനി മിസ് പറഞ്ഞ പോലെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കാം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ബാക്കിയുള്ള പൊസിഷൻസിലെല്ലാം വെച്ചു കൊടുത്തു. ഇത്ര എഴുതിയ ആദ്യം. എഴുതിയോ? എല്ലാവരും എഴുതിയല്ലോ അല്ലെ? എല്ലാവരും എഴുതി. ഓക്കെ. BV ഫാത്തിമ ഒന്ന് എന്താ പറയാ, വീഡിയോ ഓൺ ചെയ്തിട്ട് നോട്ട്ബുക്കിന്റെ ഒന്ന് കാണിച്ചേ. വരച്ചോ മോളെ? ഓക്കെ, ഗുഡ്. ഡാനിയൽ ഡേവിഡ് നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ. ഡാനിയൽ ഒന്ന് നോട്ട്ബുക്ക് കാണിച്ച മോനെ, വരച്ചത്. അവന്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് നോട്ട്ബുക്ക് മിസ്സിനെ കാണിക്കാം. ഒരു മിനിറ്റ് മിസ്, ഒരു മിനിറ്റ്. എഴുതിയിട്ടില്ലേ അല്ലേ? അല്ല, എഴുതിണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നേ. എന്റെ മോനെ സ്റ്റീവ് എവിടെ? ഡാനിയൽ എവിടെ? സ്റ്റീവ് വീഡിയോ ഓൺ ചെയ്തിട്ട് കാണിച്ചേ, നോട്ട്ബുക്ക് കാണിച്ചേ. എഴുതിയിട്ടില്ല ഇല്ല അല്ലേ? ഗൗതം മനോജ് നോട്ട്ബുക്ക് കാണിച്ചേ. ഹലോ. ആ, എഴുതിണ്ട്. എന്താ? അല്ല, എഴുതിണ്ട്. ആ, വീഡിയോ ഓൺ ചെയ്യുന്നാലേ കാണട്ടെ. വീഡിയോ ഓൺ ആക്കിണ്ട്. ആണോ മോനെ? ഒറ്റ മിനിറ്റ്. ആ, ഓക്കെ. ജോനാഥ് ടീച്ചറെ, അത് ഞാൻ കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യണേ. ക്യാമറ ഇല്ല. ഓക്കെ.
റെബിൻ സി ചെറിയാൻ, റെബിൻ സി കാണാവോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നേ? ഓക്കെ, എല്ലാവരും ഇപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം. സ്മൃതി, സ്മൃതി ഓക്കെ. ഓക്കെ, നോക്കാം. അപ്പൊ ഇത്രയും നമ്മൾ എത്തി. ഇനി നമ്മൾ നമ്പറിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്നാണോ താഴെ നിന്നാണോ തുടങ്ങുക? നമ്പറിംഗ് എവിടെ നിന്നാ തുടങ്ങുക? ടോപ്പിൽ നിന്നാണോ താഴെ നിന്നാണോ? അക്കോർഡിംഗ് ടു പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി ഓർഡർ ടോപ്പിൽ നിന്നോ ബോട്ടത്തിൽ നിന്നോ നമ്പറിംഗ് തുടങ്ങുക? ടോപ്പിൽ നിന്ന്. ടോപ്പിൽ നിന്ന് തുടങ്ങുക. 1 2 3 4 5 6. കിട്ടിയോ? ഓക്കെ. Now there is a cyclization between first and fifth carbon. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് മിസ്സിന്റെ കയ്യിൽ നോക്കണ്ട. ഫസ്റ്റ് ഫിഫ്ത് കാർബൺ നോക്കുക. ഇതാണ് ഫസ്റ്റ്, ഇതാണ് ഫിഫ്ത്. ഫിഫ്ത് കാർബണിലെ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിട്ട് റിയാക്ട് ചെയ്യും. ആൽഡിഹൈഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേര്. ആൽഡിഹൈഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേര്. വെരി ഗുഡ്. വേറെ ആരും എഴുതുന്നില്ല. ജോനാഥ് മോനെ. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് സെക്കൻഡ് പ്രൊഡക്റ്റ് ഈസ് വെരി ഗുഡ്, ഹെമി അസറ്റാൽ. ഇന്നിപ്പോ ഏല് ചോദിച്ചിട്ട് ഫസ്റ്റ് സെഷനിൽ എനിക്ക് ഹെമി അസറ്റാൽ എന്നുള്ള ഉത്തരം കിട്ടിയേ ഇല്ല. കുറെ ടൈം പിടിച്ചു. സോ യു ആർ ഇംപ്രൂവ്ഡ് എ ലോട്ട്. കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. വെരി ഗുഡ്, എക്സലന്റ്. ആൽഡിഹൈഡ് ആൻഡ് ആൽക്കഹോൾ വെൻ റിയാക്ട് ടുഗദർ യു വിൽ ഗെറ്റ് ഹെമി അസറ്റാൽ. ഇനി മിസ് എഴുതണം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ആൽക്കഹോളിലെ എച്ച് ഇങ്ങോട്ട് പോയാൽ ഡബിൾ ബോണ്ട് ഓ മാറി ഇത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ഓ മാറി അത് എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. മിസ് അത് മാറ്റി എഴുതാണ്, നോക്കിക്കോളൂ. CHOH ഫസ്റ്റ് കാർബൺ. സെക്കൻഡ് കാർബണ് ചേഞ്ച് ഇല്ല, OHH. തേർഡിന് ചേഞ്ച് ഇല്ല, HOH. ഫോർത്ത് OHH. ഫിഫ്ത്ത് H. സിക്സ്ത് CH2OH. ഓക്കെ. ഈ ഫസ്റ്റിന്റെ ഇത് സിംഗിൾ ബോണ്ട് OH ആയപ്പോ നിങ്ങൾ നോക്കുക, ഈ കാർബണിന്റെ വാലൻസി 1 2 3 ആയി, ഇതിന്റെ 1 2 3 ആയി. രണ്ടിനും 4 വേണം. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? ഈ ആൽക്കഹോളിലുള്ള ഈ ഓക്സിജൻ കോമൺ ആയിട്ട് ഫസ്റ്റും ഫിഫ്ത്തും കാർബൺസ് തമ്മിൽ ഷെയർ ചെയ്യും. സോ ഇറ്റ് വിൽ ടേൺ ടു ബി എ സൈക്ലിക് സ്ട്രക്ചർ. ക്ലിയർ ആയോ? ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് കാർബൺ വിൽ കോമൺലി ഷെയർ ദാറ്റ് ഓക്സിജൻ, and in such case there will be a cyclization and aldehyde group is not free. ഇതിൽ aldehyde ഉണ്ടോ? ഇപ്പൊ മിസ് എഴുതിയ സ്ട്രക്ചറിൽ aldehyde ഉണ്ടോ? aldehyde ഉണ്ടോ? ഇല്ല. aldehyde ഗ്രൂപ്പ് അപ്പോ ഇല്ലാത്ത കണ്ടീഷനിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് കാർബണില് OHന്റെ പൊസിഷൻ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? ഫസ്റ്റ് കാർബൺ ഇതാണ്. ഫസ്റ്റ് കാർബണിൽ ഇത് നല്ലോണം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്, കാണാതെ പഠിക്കേ വേണ്ട. ഫസ്റ്റ് കാർബണിൽ OH is on the right. അപ്പൊ ഫസ്റ്റ് കാർബണിൽ OHന്റെ പൊസിഷൻ റൈറ്റിലാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ആൽഫ. കിട്ടിയോ? ഫസ്റ്റ് കാർബണിൽ OHന്റെ പൊസിഷൻ റൈറ്റിലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. ഇനി നിങ്ങൾ നോക്കുക, or L ഏത് ഫോം അത്? പറ, ഡി ആണോ എൽ ആണോ പറയേ? ഡി. എന്താ സംശയം? CH2OHന്റെ അഡ്ജസന്റ് കാർബണില് OH റൈറ്റിൽ തന്നെയായിരുന്നു അല്ലെ, ലെഫ്റ്റിലല്ലല്ലോ. ഇറ്റ് വാസ് ഓൺ ദ റൈറ്റ്. ആ റൈറ്റിലുള്ളതാണ് റിയാക്ട് ചെയ്തത്. ബട്ട് സോ ദിസ് കോമ്പൗണ്ട് ക്യാൻ ബി കോൾഡ് ആൽഫ ഡി ഗ്ലൂക്കോസ്. കിട്ടിയോ? That is called alpha D glucose. Clear? കിട്ടിയല്ലോ? വരച്ചോ നിങ്ങള്? യെസ്.
വരച്ചു. ഇനി ഫസ്റ്റ് കാർബണിലെ എച്ചിന്റെയും OHന്റെയും പൊസിഷൻ ഐ എം ഗോയിങ് ടു ഇന്റർചേഞ്ച്. അതായത് എച്ച് ഇങ്ങോട്ടും OHനെ ഇങ്ങോട്ടും കൊടുത്തു. അതിന് മാത്രം ചേഞ്ച്, ബാക്കി ഒന്നും ഞാൻ മാറ്റുന്നില്ല. സെക്കൻഡ് അതുപോലെ തന്നെ, തേർഡ് അതുപോലെ തന്നെ, ഫോർത്ത് അതുപോലെ തന്നെ, ഫിഫ്ത്ത് കോമൺ ഓക്സിജൻ, ഓക്കെ. ഇതില് ഫസ്റ്റ് കാർബണില് OHന്റെ പൊസിഷൻ എവിടെയാ വന്നത്? ഫസ്റ്റ് കാർബണില് OHന്റെ പൊസിഷൻ ലെഫ്റ്റില്. സോ ദിസ് ഈസ് കോൾഡ് ബീറ്റ. ഇത് ഡി ആണോ എൽ ആണോ? ഡി ആണോ എൽ ആണോ? ബാക്കിയൊന്നും നോക്കണ്ട. CH2OHന്റെ അഡ്ജസന്റ് കാർബൺ നോക്കുക. ഇസ് ഇറ്റ് ഡി ഓർ എൽ? ശ്രദ്ധിച്ച് പറയാ ദേവിക. ഡി. ഓക്കെ, ഡി ആണ് അല്ലെ? കാരണം CH2OH ഗ്രൂപ്പ് വാസ് ഓൺ ദ റൈറ്റ്. സോ ദിസ് ഇസ് ബീറ്റ ഡി glucose. This is called beta D. Sorry, മോള് നേരത്തെ ഇട്ടതായിരിക്കും. It's okay. So it's beta D glucose. So this is optical active. കാരണം ഇതിലെ ഈ ഫസ്റ്റ് കാർബണിന്റെ 4 വാലൻസ് 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ്. So they are optically active. So such a pair of optical isomers which differ at C1 carbon are called anomers. Enantiomers അല്ല. Enantiomers എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഇത് ഒരു സ്റ്റീരിയോ ഐസോമേഴ്സ്. C1 കാർബണില് മാത്രം ഡിഫറൻസ് ഉള്ള ഐസോമേഴ്സിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത്. സോ ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ അനോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ഡ്രോ ആൽഫ ആൻഡ് ബീറ്റ. ഇനി ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ? തന്നെത്താൻ ചെയ്യാൻ പഠിച്ചില്ലേ ഇപ്പൊ? So they are not enantiomers and they are just called anomers. There is a pair of optical isomers which differ in the configuration around C1 carbon. അപ്പൊ കോൺഫിഗറേഷനിൽ മാത്രം വ്യത്യാസമുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമ്മള് തുടങ്ങിയത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡിന്റെ റിയാക്ഷൻസ് ഒന്നും ഇത് തരുന്നില്ല, കുറെ റിയാക്ഷൻസ് ഒന്നും തരുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് ഈ ഫോമിൽ മാത്രമല്ല വേറെ ഫോമിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യാം നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അതിനെ സൈക്ലൈസ് ചെയ്തിട്ട് 2 ഫോമിലേക്ക് ആക്കി. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും. ക്ലിയർ ആയോ? ഇനി എന്താ പറയാൻ പോണേ ശ്രദ്ധിച്ച് കേൾക്കുക. വേഗം വിടാട്ടോ, വിശക്കണ്ടെന്ന് അറിയാം. ഈ ഒരു സ്ട്രക്ചറിനെ നമുക്കിപ്പോ ഈ ഒരു ഇതിപ്പോ വെറും ഗ്ലൂക്കോസ് ആയിട്ടുള്ള ഈ ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ് ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്. അതായത് നമ്മള് ഗ്ലൂക്കോസിനെ ക്രിസ്റ്റലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 3 ഫോമും കിട്ടും. 303 കെൽവിനില് ആൽഫ ഡി ആയിട്ടും 371 കെൽവിനില് ബീറ്റയും. ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് എ മിക്സ്ചർ ഓഫ് ദീസ് 3. സോ ദാറ്റ് ഇസ് ദ ഇക്വിലിബ്രിയം പ്രൊഡക്റ്റ് ഓഫ് ഇത് 3 അതിലുണ്ടാവും. ഓക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലൂക്കോസ് വേറൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള റിയാക്ഷൻസ് എഴുതാൻ ഡിഫിക്കൽട്ട് ആണല്ലേ? കാരണം ഇത്രയും ബിഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇതിന്റെ റിയാക്ഷൻസ് എഴുതാൻ പാടാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞു ദിസ് ഇസ് എ മോണോസാക്രൈഡ് അല്ലെ? മോണോസാക്രൈഡ് അല്ലേ ഇത്? ബീറ്റ ഒക്കെ അവിടെ കിടക്കട്ടെ. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് എ മോണോസാക്രൈഡ് ഓർ ഡൈസാക്രൈഡ്? മോണോ ആണ് അല്ലെ? അപ്പൊ ഡൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടാവും, ട്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റും. വി ആർ ഗോയിങ് ടു ചേഞ്ച് ഇൻ ടു എ സിംപ്ലിഫൈഡ് ഫോം വിച്ച് ഇസ് കോൾഡ് പൈറാനോസ് സ്ട്രക്ചർ. ഓക്കെ, പൈറാനോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അതേ സാധനത്തിന് തന്നെയാണ് കേട്ടോ നമ്മൾ മാറ്റാൻ പോണത്. അപ്പൊ ആക്ച്വലി മിസ് പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ഓർത്തു വെക്കേണ്ടൂ. ഏത് CHO തുടങ്ങി CH2OH വരിക, റൈറ്റ് ലെഫ്റ്റ് എഴുതുക, ആൽഫയും ബീറ്റ എഴുതാൻ ഇപ്പൊ പഠിച്ചു. ഫസ്റ്റിലെ പൊസിഷൻസ് മാത്രം മാറ്റിയാൽ മതി. സൈക്ലൈസേഷന്റെ പൊസിഷൻസ് മാത്രം ഓർത്തു വെക്കുക, 1 and 5. ഓക്കെ. ഇനി മിസ് ചെയ്യാൻ പോണത് ഇതിനെ പൈറാനോസിലേക്ക് മാറ്റാൻ പോവാണ്. അത് ഞാൻ ആദ്യം ചെയ്യണത് ഐ എം ഡ്രോയിങ് എ ഹെക്സഗൺ വിത്ത് ഓക്സിജൻ ആറ്റം അറ്റ് ദ എക്സ്ട്രീം ടോപ്പ് കോർണർ. 5 എണ്ണം ഇങ്ങനെയുള്ള റിങ്ങിനെ നമ്മൾ ഫ്യൂറാൻ എന്ന് പഠിക്കും. 11th പഠിച്ചിട്ടുണ്ടാവും. ഫ്യൂറാൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും.
It's a 6-membered ring with oxygen at one of the corner is called pyran. അപ്പൊ ഇതിനെ പൈറാന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെ. നമ്പറിംഗ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കിട്ടിയോ? അപ്പൊ ഞാനൊരു ഹെക്സഗൺ വരച്ചു. ഹെക്സഗണിൽ ഏതെങ്കിലും ഒരു കോർണറിൽ എനിക്ക് ഓക്സിജനെ കൊടുക്കാം. ഞാൻ അത് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഹെക്സഗണിന്റെ എക്സ്ട്രീം റൈറ്റ് ടോപ്പ് കോർണറിൽ ഞാൻ ഓക്സിജനെ വെച്ചു. കിട്ടിയോ? ക്ലിയർ ആയോ? എന്റെ കൂടെ കൂടെ ചെയ്യാം. ഇത് കൂടെ വരച്ചാലേ മനസ്സിലാവുള്ളൂ. കിട്ടിയില്ലോ അല്ലെ? യെസ്. ഞാൻ നമ്പറിംഗ് കൊടുക്കുന്നു. 1 2 3 4 5. സമ്മതിച്ചോ? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. അതിനെ നമുക്ക് കൊടുക്കാട്ടോ, എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ഈ ഓക്സിജൻ, ദിസ് ഓക്സിജൻ ഇസ് കോമൺ ഫോർ വിച്ച് 2 കാർബൺ ആറ്റം? ഈ ഓക്സിജനെ ലിങ്ക് ചെയ്യുന്നത് ഏതൊക്കെ കാർബൺ ആറ്റമാണ്? 1ഉം 5ഉം. ഇവിടെ നോക്കിയേ, കണ്ടോ? അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത്. 1ഉം 5നെയല്ലേ നമ്മൾ ലിങ്ക് ചെയ്തത്? 1ഉം 5നെയല്ലേ ലിങ്ക് ചെയ്തത്. അപ്പൊ നല്ല ക്ലിയർ ആയില്ലേ? 1ഉം 5നെ തന്നെ ലിങ്ക് ചെയ്തു. ഇനി എന്താന്ന് അറിയാം, ഇനി ഭയങ്കര ഈസിയാ. എന്താ മെസ്സേജ് ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. ഗ്രൂപ്സ് വിച്ച് ആർ പോയിന്റിംഗ് ടു ദ ലെഫ്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ടു ദ ടോപ്പ്. ഐ റിപ്പീറ്റ്, ഗ്രൂപ്സ് വിച്ച് ആർ പോയിന്റിംഗ് ടു ദ ലെഫ്റ്റ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ബയോളജിയിൽ കാണാതെ പഠിച്ച സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ അല്ലെ. കുറെ ഇങ്ങനത്തെ ആക്ച്വലി ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ റൂൾ പഠിച്ചാൽ മതി. ഗ്രൂപ്സ് ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടില്ല ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്. ബയോ പഠിച്ച കുട്ടികൾക്ക് അറിയണ്ടാവും. ഇങ്ങനത്തെ കുറെ സ്ട്രക്ചേഴ്സ്, റൈബോസ് അങ്ങനത്തെ പഠിക്കുന്നുണ്ടോ? Okay, so groups which are pointing to the left should be placed to the top. ലെഫ്റ്റിലേക്ക് വരുന്നവരെ മുകളിലേക്ക് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് കാർബണിൽ ഏതാണ് മുകളിലേക്ക് വരിക എന്നൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് കാർബണിൽ ഏതാണ് മുകളിലേക്ക് വരിക? H. Okay, so this will be HOH. സെക്കൻഡിൽ ഏതാ മുകളിലേക്ക് വരിക? സെക്കൻഡില് which one should be placed to the top? നോക്കൂ മക്കളെ. H again, good. HOH. തേർഡിലോ? തേർഡ് നോക്ക, ലെഫ്റ്റിലേക്കുള്ളത് OH. ഫോർത്തില് മ്യൂട്ടിലായിരുന്നു. H. Okay. ശബ്ദം കേൾക്കാൻ പറ്റണല്ലേ മിസ്സിന്റെ? ഓക്കെ. HOH. ഓക്കെ. ഇനി ഫിഫ്ത്ത് നിങ്ങൾ നോക്കുക. ഫിഫ്തിൽ നിങ്ങൾക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. അതാ നോക്കിയേ. ഫിഫ്തിൽ നിങ്ങൾക്ക് H ഉണ്ട്, CH2OH ഉണ്ട്. കണ്ടോ? H ഉണ്ട്. ഇതാണ് ഫിഫ്ത്ത് കാർബൺ. നമ്മുടെ ഫിഫ്തില് H ഉണ്ട്, CH2OH ഉണ്ട്. ഓർത്ത് വെക്കുക, CH2OH group should be always placed to the top. CH2OH group should be always placed to the top. വളരെ ചെറിയ കേസിലെ അതിന് എക്സെപ്ഷൻസ് വരുന്നുള്ളൂ. അത് വരുമ്പോ മിസ് പറഞ്ഞുതരാം. ജനറലി CH2OH ഗ്രൂപ്പിനെ കണ്ടാൽ D സീരീസിലെല്ലാം always you can place